സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പ്രധാനമന്ത്രിക്കെതിരെ എന്തും വിളിച്ചു പറയാം, ഫേക്ക് വീഡിയോകളിട്ട് നാട്ടിൽ വലിയ വിപ്ലവകാരികളാകാം എന്നൊക്കെ കരുതി കുറേ പേര് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ. അന്നൊക്കെ ഇവരുടെ ഈ കോപ്രായങ്ങൾ കണ്ട് ആഹാ കിടുക്കി എന്ന് കരുതി കൈയടിച്ച ചില മാളങ്ങളിലെ ബുദ്ധിജീവികളുമുണ്ട്. എന്നാൽ സംഗതി ഇപ്പോൾ കൈവിട്ട് പോയിരിക്കുകയാണ്. മോദിക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും സോഷ്യൽ മീഡിയയിൽ ഇരുന്ന അധിക്ഷേപങ്ങൾ വാരിയെറിഞ്ഞ ആ അമ്മാവന്മാർക്കും ഫേക്ക് ഐഡികൾക്കും ഇപ്പോൾ ഡൽഹി പോലീസ് കൊടുത്ത പണി കണ്ടോ? കളി മാറി, കാര്യം സീരിയസ് ആയി. വിഷയം എന്താണെന്നല്ലേ? കഴിഞ്ഞ ദിവസം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ജന്തർ മന്ദറിൽ CJP ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നതിലുപരി ആ സമരത്തിന്റെ മറവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും സുരക്ഷാ സേനയെയും വെട്ടിലാക്കാൻ ലക്ഷ്യമിട്ട ചിലർ ഇറങ്ങി പുറപ്പെട്ടു. പ്രധാനമന്ത്രിക്കെതിരെ അധിക്ഷേപകരമായ പോസ്റ്റുകളും പച്ചക്കള്ളങ്ങളും ഡീപ് ഫേക്ക് വീഡിയോകളും ഇറക്കി സോഷ്യൽ മീഡിയയിലൂടെ വലിയ തോതിലുള്ള അജണ്ടകളാണ് ഇവർ നടപ്പിലാക്കിയത്. മോദിയെ തെറിവിളിച്ചും ട്രോളുകൾ ഉണ്ടാക്കിയും സോഷ്യൽ മീഡിയയിൽ തകർപ്പൻ പെർഫോമൻസ് കാഴ്ചവെച്ച അവരെയൊക്കെ ഇപ്പോൾ ഡൽഹി പോലീസ് ഒരുമിച്ച് പൊക്കാൻ പോവുകയാണ്. പോസ്റ്റുകളിട്ട വ്യക്തികളെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും, അതായത് പേരും വിലാസവും ഫോൺ നമ്പറും ഇമെയിലും IP അഡ്രസ്സും തുടങ്ങി എല്ലാ ലോഗിൻ ഡീറ്റെയിൽസും 6 മണിക്കൂറിനുള്ളിൽ കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് ഡൽഹി പോലീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നോട്ടീസ് അയച്ചു കഴിഞ്ഞു. ഇനി ഏറ്റവും ഞെട്ടിക്കുന്നതായ കാര്യം എന്തെന്നാൽ, ഈ രാജ്യസ്നേഹമൂത്ത് പ്രധാനമന്ത്രിക്കെതിരെ പോസ്റ്റ് ഇട്ടവരിൽ നല്ലൊരു പങ്കും ഏകദേശം 400-ലധികം സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ നേരിട്ട് പാകിസ്ഥാനുമായി ബന്ധമുള്ളവയാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. അതായത് ഇവിടെ സമരം നടക്കുമ്പോൾ അതിന്മേൽ കയറിയിരുന്ന് പാകിസ്ഥാനിൽ നിന്ന് വിഷം തുപ്പിയ ആ വക ആളുകളെയാണ് ഡൽഹി പോലീസ് ഇപ്പോൾ നോട്ടീസ് അയച്ച് വിറപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ സോഷ്യൽ മീഡിയയിലെ ധീരയോദ്ധാക്കൾ എന്ന് സ്വയം അഹങ്കരിച്ച പലരുടെയും ഉറക്കം ഇപ്പോൾ പൂർണ്ണമായും കെട്ടിരിക്കുകയാണ്. വ്യാജ ഐഡിയുടെ മറവിൽ ഒളിച്ചിരുന്ന് രാജ്യത്തിനെതിരെ കളിച്ചാൽ എന്താണ് അവസ്ഥ എന്ന് മോദി സർക്കാർ കാണിച്ചു കൊടുക്കുന്ന ഈ കിടിലൻ സംഭവത്തിന്റെ പൂർണ്ണരൂപം എന്താണെന്ന് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സുരക്ഷാ സേനയ്ക്കുമെതിരെ അധിക്ഷേപകരമായ പോസ്റ്റുകളും വീഡിയോകളും പങ്കുവച്ച സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉടമകൾക്ക് ഡൽഹി പോലീസ് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടി ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ വലിയ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത്. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരമായിരുന്നു അതെങ്കിലും അതിന്റെ മറവിൽ രാജ്യത്ത് വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും വിദേശ ശക്തികൾ ശ്രമിച്ചു എന്നാണ് ഡൽഹി പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ സമരത്തിന്റെ മറവിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സുരക്ഷാ സേനയ്ക്കുമെതിരെ അധിക്ഷേപകരമായ പോസ്റ്റുകളും ഡീപ് ഫേക്ക് വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പങ്കുവയ്ക്കപ്പെട്ടത്. പ്രധാനമന്ത്രിയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുകയായിരുന്നു. നിലവിൽ വസ്തുതാവിരുദ്ധവും അധിക്ഷേപകരമായ വാർത്തകൾ പ്രചരിപ്പിച്ച ചില ന്യൂസ് പോർട്ടലുകൾക്കെതിരെയും ഡൽഹി പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും ഗൗരവമായ കണ്ടെത്തൽ എന്തെന്നാൽ, ജന്തർ മന്ദറിലെ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാജ കഥകളും മറ്റും വീഡിയോകളും നിർമ്മിച്ച് പ്രചരിപ്പിച്ചതിൽ പാകിസ്ഥാനുമായി നേരിട്ട് ബന്ധമുള്ള 400-ലധികം സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉണ്ടെന്നാണ് ഡൽഹി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് രാജ്യത്തെ വിദ്യാർത്ഥി സമരങ്ങളെ തങ്ങളുടെ രാജ്യവിരുദ്ധ അജണ്ടകൾക്കായി ഉപയോഗിക്കാൻ പുറത്തു നിന്നുള്ള ശക്തികൾ നടത്തിയ ആസൂത്രിതമായ നീക്കമാണിത്. ഇത്തരം അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് കനത്ത അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഡൽഹി പോലീസിന്റെ സൈബർ സെൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, ഉടനടി നീക്കം ചെയ്യൽ. പ്രധാനമന്ത്രി അടക്കമുള്ളവർക്കെതിരെയുള്ള അധിക്ഷേപകരമായ പോസ്റ്റുകളും വ്യാജ വീഡിയോകളും പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വെറും 6 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായും നീക്കം ചെയ്യണം. വ്യക്തികളുടെ പൂർണ്ണ വിവരങ്ങൾ, വിവാദപരമായ ഉള്ളടക്കം പോസ്റ്റ് ചെയ്ത അക്കൗണ്ട് ഉടമയുടെ മുഴുവൻ വിശദാംശങ്ങളും, അതായത് പൂർണ്ണമായ പേരും ഫോൺ നമ്പറും അടക്കം കൈമാറണം. മൂന്നാമതായി, ലോഗിൻ വിവരങ്ങൾ, IP വിലാസങ്ങൾ, ലോഗിൻ ലോഗൌട്ട് വിശദാംശങ്ങൾ കൃത്യമായ തീയതിയും സമയവും സഹിതം സമർപ്പിക്കണം. രേഖകൾ സംരക്ഷിക്കുക. അധിക്ഷേപകരമായ പോസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ ഡിജിറ്റൽ തെളിവുകളും ഭാവിയിലെ നിയമ നടപടികൾക്കായി പ്ലാറ്റ്ഫോമുകളിൽ സുരക്ഷിതമായി സംരക്ഷിച്ചു വെക്കണം. ഇനി അടുത്തതായി, നിയമപരമായ സർട്ടിഫിക്കറ്റ്.
ഭാരതീയ സാക്ഷ്യ അധിനിയമം സെക്ഷൻ 63(4) പ്രകാരമുള്ള ഡിജിറ്റൽ തെളിവുകളുടെ സാക്ഷ്യപത്രങ്ങൾ പോലീസ് അന്വേഷണ സംഘത്തിന് നൽകണം. ഡൽഹി പോലീസിന്റെ പ്രത്യേക സൈബർ ശൃംഖലയും സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് ടീമുകളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും 24 മണിക്കൂറും നിരന്തരം നിരീക്ഷിച്ചു വരികയാണ്. വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുടെ മറവിൽ വ്യാജ വാർത്തകളും വിദ്വേഷവും പടർത്തി ജനങ്ങളിൽ ഭീതി പരത്തുന്നവർക്കെതിരെയും പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും ഭാരതീയ ന്യായ സംഹിത പ്രകാരം കടുത്ത നിയമ നടപടികൾ വരും ദിവസങ്ങളിലും തുടരുമെന്ന് പോലീസ് നൽകുന്ന മുന്നറിയിപ്പ്. സത്യത്തിൽ അന്ന് ആ സമരങ്ങളുടെ മറവിൽ മോദിയെയും കേന്ദ്രത്തെയും അധിക്ഷേപിച്ചുകൊണ്ടുള്ള ആ വക വീഡിയോകളും ട്രോളുകളും നമ്മളിൽ പലരും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? അന്നൊക്കെ കണ്ട ചിലരൊക്കെ ചിരിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ സർക്കാരിനെതിരെ എന്തും വിളിച്ചു പറയാം എന്ന അഹങ്കാരത്തിൽ ചിലർ ആഘോഷിച്ചിട്ടുണ്ടാകാം. പക്ഷെ അന്ന് ആ വിഷം തുപ്പിയവർക്കൊക്കെ ഇപ്പോൾ ശരിയായ രീതിയിൽ തന്നെ പണി കിട്ടിയിരിക്കുകയാണ്. ഇത് പഴയകാല ഇന്ത്യ അല്ല എന്ന് ദേശവിരുദ്ധ ശക്തികൾക്കും വ്യാജ പ്രചാരകർക്കും ഡൽഹി പോലീസ് ഇപ്പോൾ കൃത്യമായി കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ ഉരുക്ക് ഭരണത്തിന് കീഴിൽ രാജ്യത്തിന്റെ പരമാധികാരത്തോടും സുരക്ഷയോടും കളിച്ചാൽ അതിന്റെ ഫലം എന്തായിരിക്കുമെന്ന് ഈ നടപടിയിലൂടെ ഇപ്പോൾ വ്യക്തമായില്ലേ? രാജ്യവിരുദ്ധ ശക്തികളുടെയും വ്യാജന്മാരുടെയും മുഖം മൂടി അഴിച്ച് നിയമത്തിന്റെ മുന്നിൽ അവരെ മുട്ടുകുത്തിക്കാൻ ശക്തമായ നിലപാടെടുത്ത മോദി സർക്കാരിനെയും ഡൽഹി പോലീസിനെയും അഭിനന്ദിച്ചേ തീരും. ഇനി ഒന്ന് ആലോചിച്ചു നോക്കൂ പ്രേക്ഷകരെ. പണ്ടൊക്കെ നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും പ്രതിഷേധങ്ങളോ സമരങ്ങളോ ഉണ്ടായാൽ അതിന്റെ മറവിൽ ആർക്കും എന്തും വിളിച്ചു പറയാമെന്നായിരുന്നു. പ്രധാനമന്ത്രി എന്ന പദവിയെ പോലും യാതൊരു മടിയും കൂടാതെ അധിക്ഷേപിക്കാം, വ്യാജ വീഡിയോകൾ ഇറക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം, എന്നിട്ട് സുഖമായി നടക്കാം എന്നതായിരുന്നു സ്ഥിതി. അന്നൊക്കെ ഇതിനെതിരെ പ്രതികരിക്കാൻ പോലും ആളുകൾ ഭയപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കാര്യങ്ങൾ പൂർണ്ണമായും മാറി മറിഞ്ഞിരിക്കുന്നു. ഭാരതത്തിൽ ഇന്ന് ഭരിക്കുന്നത് രാജ്യസുരക്ഷയ്ക്ക് വിട്ടുവീഴ്ചയും ചെയ്യാത്ത നരേന്ദ്രമോദിയാണ്. ആഭ്യന്തര രംഗത്ത് അമിത്ഷായുടെ കരുക്കളുണ്ട്. ഇനി രാജ്യത്തിന്റെ അഭിമാനത്തെയും പരമാധികാരത്തെയും ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവർ ലോകത്തിന്റെ ഏത് കോണിൽ ഒളിച്ചിരുന്നാലും ഡൽഹി പോലീസിന്റെയും സൈബർ സെല്ലിന്റെയും കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്നാണ് ഈ സംഭവം അടിവരയിട്ട് പറയുന്നത്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നിയമമില്ലാത്ത ഒരു കാടാണെന്നും അവിടെ ആർക്കും ആരെയും എന്തു അധിക്ഷേപവും നടത്താമെന്നും കരുതിയ സൈബർ വിപ്ലവകാരികൾക്കുള്ള ഏറ്റവും ശക്തമായ അടിയാണിത്. വ്യാജ ഐഡികളുടെ പുറകിൽ ഒളിച്ചിരുന്ന് രാജ്യത്തിനെതിരെ പണിതുയർത്തിയ കുതന്ത്രങ്ങളെയെല്ലാം ഒരൊറ്റ നോട്ടീസിലൂടെ ഡൽഹി പോലീസ് തകർത്തെറിഞ്ഞിരിക്കുകയാണിപ്പോൾ. ഇതുപോലുള്ള ശക്തമായ ഭരണാധികാരികളും നിയമം അതിന്റെ വഴിക്ക് കൃത്യമായി നടപ്പാക്കുന്ന പോലീസ് സംവിധാനവുമാണ് ഇന്നത്തെ നവഭാരതത്തിന് ഏറ്റവും ആവശ്യമുള്ളത്. അതിൽ സംശയമില്ല. രാജ്യവിരുദ്ധ ശക്തികൾക്കും വ്യാജ പ്രചാരകർക്കുമുള്ള കടുത്തൊരു മുന്നറിയിപ്പാണ് എന്തായാലും ഈ ഒരു നടപടി. ചുരുക്കി പറഞ്ഞാൽ രാജ്യത്ത് ഏത് തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോഴും അതിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളെ അട്ടിമറിക്കാനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും വ്യാജ പ്രചാരണങ്ങളിലൂടെ ക്രമസമാധാന നില തകർക്കാനും ചില ബാഹ്യശക്തികളും സോഷ്യൽ മീഡിയയിലെ ചില അക്കൗണ്ടുകളും നിരന്തരം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദറിൽ നടന്ന സമരങ്ങളുടെ മറവിൽ പ്രധാനമന്ത്രിക്കെതിരെയും സുരക്ഷാ സേനയ്ക്കുമെതിരെ നടന്ന അധിക്ഷേപങ്ങളും മറ്റു പ്രചാരണങ്ങളും ഈ ഗൂഢാലോചനയുടെ വ്യക്തമായ ഉദാഹരണമാണ്. എന്നാൽ ഇത്തരം ദേശവിരുദ്ധ നീക്കങ്ങളെയും വ്യാജ പ്രചാരണങ്ങളെയും ഒരു കാലത്തും അംഗീകരിക്കാനാവില്ല എന്നതിന്റെ തെളിവാണ് ഡൽഹി പോലീസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ശക്തമായ നടപടി. പോസ്റ്റുകളിട്ട വ്യക്തികളെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും IP അഡ്രസ് ആവശ്യപ്പെട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നോട്ടീസ് നൽകിയതും 6 മണിക്കൂറിനുള്ളിൽ അധിക്ഷേപകരമായ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ കർശന നിർദ്ദേശം നൽകിയതും നിയമം അതിന്റെ വഴിക്ക് കൃത്യമായി നടപ്പാക്കപ്പെടുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ്. പ്രത്യേകിച്ച് ഇതിനു പിന്നിൽ പാകിസ്ഥാനുമായി ബന്ധമുള്ള നൂറുകണക്കിന് ഹാൻഡിലുകൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന കണ്ടെത്തൽ രാജ്യസുരക്ഷ എത്രത്തോളം ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കപ്പെടുന്നതെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വ്യാജ വാർത്തകളും വിദ്വേഷവും പ്രചരിപ്പിച്ച് ആർക്കും എന്തും കാണിച്ചുറങ്ങാം എന്ന കാലം കഴിഞ്ഞിരിക്കുകയാണ്. ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള കടുത്ത നിയമ നടപടികൾ ഇത്തരം കുറ്റക്കാർക്ക് മേൽ ഉറപ്പായും ഉണ്ടാകും. രാജ്യത്തിന്റെ പരമാധികാരത്തെയും സുരക്ഷയും ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ ഡൽഹി പോലീസ് നടത്തിവരുന്ന ഈ അന്വേഷണം നടപടികളും ഏറെ അഭിനന്ദിക്കേണ്ട ഒന്ന് തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ ഫേക്ക് ID ഉണ്ടാക്കി പ്രധാനമന്ത്രിക്കെതിരെയും രാജ്യത്തിനെതിരെയും എന്തും വിളിച്ചു പറയാം എന്ന്
കരുതുന്നവർക്കുള്ള ഏറ്റവും തക്കതായിട്ടുള്ള ഒരു ശിക്ഷ തന്നെയാണിത്. ഇനി ഈ വിപ്ലവകാരികൾക്ക് ഇപ്പോൾ സംഗതി ശരിക്കും മനസ്സിലായിട്ടുണ്ടാകും. അന്നൊക്കെ മോദിയെ അധിക്ഷേപിച്ചും ട്രോളുകൾ ഇറക്കി നടന്ന സ്വന്തം വാളുകളിൽ തന്നെ ലൈക്ക് വാങ്ങി ആനന്ദിച്ച ആ മാളങ്ങളിലെ ബുദ്ധിജീവികളെയൊക്കെ ഡൽഹി പോലീസ് ഇപ്പോൾ കൃത്യമായി പൊക്കി തുടങ്ങിയിരിക്കുകയാണ്. അന്ന് കാണിച്ച കോപ്രായങ്ങളും കൊട്ടിക്കലാശവും ഒക്കെ ഇപ്പോൾ എവിടെ പോയെന്ന് ചോദിക്കാൻ തോന്നുകയാണ്. എന്തായാലും കളി മാറിയെന്നും കാര്യം സീരിയസ് ആണെന്നും ഇവർക്ക് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ടാകും. എന്തായാലും ഈ ഒരു വിഷയത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.